നമസ്കാരം. ലൈവ് എക്സിസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഓപ്പറേഷൻ തൂഫാനിലൂടെ രാജ്യത്തിന് മാതൃകയായി കേരളം. ദൌത്യം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും. ലക്ഷ്യം ലഹരിമുക്ത രാജ്യമെന്ന് ദക്ഷിണേന്ത്യൻ പോലീസ് മേധാവിമാരുടെ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിയുടെ വഴികളെല്ലാം അടയ്ക്കും. ഇന്നും ലഹരി വേട്ട. തൃക്കാക്കരയിൽ വൻ MDMA ശേഖരവുമായി ജിം ട്രെയിനർ പിടിയിൽ. കള്ളാടി ദുരന്ത കാരണം കരാർ കമ്പനിയുടെ വീഴ്ചയാണെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ. നിർദ്ദേശം നൽകിയിട്ടും മണ്ണ് മാറ്റിയില്ല. നിഷേധിച്ച കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ. ദുരന്ത കാരണം അതിതീവ്ര മഴ. ഇപ്പോഴും പ്രദേശം സുരക്ഷിതമെന്നും വിശദീകരണം. വിക്രം റാണയ്ക്കായി തെരച്ചിൽ തുടരുന്നു. സർക്കാർ ഇടപെടലിനെ പ്രശംസിച്ച് മുസ്ലിം ലീഗ്. വയനാട്ടിലെ കള്ളാടി ദുരന്തത്തിന് പിന്നാലെ ഭീതിയിലായി കാസർകോട്ടെ വീരമലക്കുന്ന്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ന്യൂസ് 18 വീരമലക്കുന്നിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച അപകടാവസ്ഥ റിപ്പോർട്ട് ചെയ്തത്. ദിവസങ്ങൾ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴും അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപകട സാധ്യത പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടും അധികാരികൾ കനക്കമില്ല. മണ്ണിടിയാൻ തുടങ്ങിയിട്ട് 1 വർഷം. മഴ കനത്തതോടെ ഉറക്കമില്ലാതെ പരിസര പ്രദേശങ്ങൾ. നിർമ്മാണ കമ്പനിക്കും അധികൃതർക്കും നിസ്സംഗത. വിഴിഞ്ഞത്തെ ചൊല്ലി CPM-ൽ പരസ്യപ്പോര്. ദിവ്യ എസ് അയ്യരെ അനുകൂലിച്ച KK രാഗേഷിനെ തള്ളി കൂടുതൽ നേതാക്കൾ. വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് PK ശ്രീമതിയും. തിരുവനന്തപുരത്തെ പാർട്ടിയിൽ ഭിന്നതയില്ലെന്ന് ജില്ലാ സെക്രട്ടറി V ജോയ്. വിഷയത്തിൽ വ്യക്തതയുണ്ടാക്കണമെന്ന് AK ബാലൻ. തിരുവനന്തപുരം കൌൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുമതി തേടി R സുഗതൻ ഹൈക്കോടതിയിൽ. ചടങ്ങിനായി ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്ന് ഹർജി. സർക്കാർ തടസ്സം സൃഷ്ടിക്കുന്നെന്നും സുഗതൻ. ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാകുമോ എന്ന് സർക്കാരിനോട് ചോദിച്ച് ഹൈക്കോടതി. കോൺഗ്രസിൽ വീണ്ടും നിയമന വിവാദം. SFI നേതാവ് ജയോണ ജെയിംസിനെ ഗവൺമെന്റ് പ്ലീഡറാക്കിയതിനെതിരെ മുഖ്യമന്ത്രിക്ക് KSUവിന്റെ പരാതി. പകർപ്പ് ന്യൂസ് 18. പ്രവർത്തകർക്കായി വിളിക്കുമ്പോൾ നേതാക്കളുടെ ഫോണിൽ ഇൻകമിംഗ് ഇല്ലാതാകുന്നത് ദുഃഖകരമെന്ന് അലോഷ്യസ് സേവ്യർ. വീണ്ടും സജീവമായി ആറന്മുള വിമാനത്താവള പദ്ധതി. സ്ഥലം കണ്ടെത്താൻ ഡ്രോൺ സർവേ പൂർത്തിയായി. പദ്ധതിയുമായി മുന്നോട്ടെന്ന് മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ഉടമ എബ്രഹാം കലമണ്ണിൽ. അനുമതി ലഭിച്ചാലുടൻ നിർമ്മാണം. കോറോ ഹെൽത്തിലെ പിരിച്ചുവിടലിനെ ന്യായീകരിച്ച കമ്പനി. രാജ്യാന്തര തലത്തിലെ സാമ്പത്തിക പ്രതിസന്ധി തിരിച്ചടിയായെന്ന് വിശദീകരണം. കേരളത്തിന് പുറത്ത് മറ്റ് സ്ഥലങ്ങളിൽ പിരിച്ചുവിട്ടിരുന്നു. തീരുമാനം മാറ്റണമെന്ന് മന്ത്രി. സമവായമാകാതെ സർക്കാരുമായുള്ള ചർച്ച. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതായി ദേവസ്വം ബോർഡ്. ശുചിത്വവും സുതാര്യതയും ഉറപ്പാക്കുമെന്ന് ഡോക്ടർ K ജയകുമാർ. ശബരിമലയെ സമ്പൂർണ്ണ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് മാറ്റാൻ പദ്ധതി. അയ്യപ്പ സംഗമത്തിന്റെ കരാറുകാർക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് 1 രൂപ പോലും നൽകിയില്ലെന്നും ജയകുമാർ. തിരുവനന്തപുരം നഗരമധ്യത്തിലെ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. LPG സിലിണ്ടറുകൾ അടക്കം ഹോട്ടലിൽ നിന്ന് മാറ്റി ഫയർഫോഴ്സ്. കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് സൂചന. കണ്ണീർ വീണ കരൂരിൽ ജോസഫ് വിജയ് വീണ്ടും എത്തി. ദുരന്തത്തിനിരയായവരുടെ ബന്ധുക്കളെ കണ്ടു. പ്രസംഗത്തിനിടെ വികാരാധീനനായി തമിഴ്നാട് മുഖ്യമന്ത്രി. തിക്കിലും തിരക്കിലും 41 പേരുടെ മരണം തന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ നിമിഷം. കാരണക്കാർ മുൻ DMK സർക്കാരും പോലീസുമെന്നും വിജയ്. മോഷ്ടിക്കപ്പെട്ട 50 മൊബൈൽ ഫോണുകൾ കണ്ടെത്തി. ഉടമകൾക്ക് നൽകിയ ഒറ്റപ്പാലം പോലീസ്. വീണ്ടെടുത്തവയിൽ iPhone അടക്കമുള്ളവ. 6 മാസത്തിനിടെ നഷ്ടമായ ഫോണുകൾ കണ്ടെത്തിയത് ഒഡീഷ, ആന്ധ്ര, തമിഴ്നാട്, ബംഗാൾ സംസ്ഥാനങ്ങളിൽ നിന്ന്. സൗദിയിലുള്ള ഒരു ഫോൺ ഉടൻ നാട്ടിലെത്തിക്കും. ബഹിരാകാശത്തേക്ക് എത്തുന്ന ആദ്യ മലയാളിയാകാൻ ഒറ്റപ്പാലത്തുകാരൻ. നാസയുടെ ആസ്ട്രോനറ്റ് ഡോക്ടർ അനിൽ മേനോൻ ജൂലൈ 14 രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക്. ഒറ്റപ്പാലത്തുകാരൻ ബഹിരാകാശത്ത് ചിലവഴിക്കുക 8 മാസം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാൻ വകവരുത്തുമെന്ന് ഇന്റലിജൻസ് വിവരമുണ്ടെന്ന് ഇസ്രയേൽ. പാതിവഴി വിമാനം മാറിക്കയറി. തുർക്കിയിൽ വെച്ച് ട്രംപ് ഇറങ്ങിയത് ഖത്തർ നൽകിയ പുതിയ എയർഫോഴ്സ് 1-ൽ നിന്ന്. ഇറാനിൽ തുടർച്ചയായ 3-ാം ദിവസവും ആക്രമണം. പങ്കില്ലെന്ന് അമേരിക്ക.
പ്രമേഹ രോഗികൾക്ക് ആശ്വാസം പകരുന്ന കണ്ടെത്തലുമായി ഇന്ത്യൻ മരുന്ന് കമ്പനി. ആഴ്ചയിൽ ഒന്ന് മാത്രം കുത്തിവെക്കേണ്ട ഇൻസുലിൻ വികസിപ്പിച്ചതായി അവകാശവാദം. വിപണിയിലുള്ളതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കാമെന്നും നോവോ നോർഡിക്സ് കമ്പനി. ലോകകപ്പ് ക്വാർട്ടറിൽ ഇന്ന് യൂറോപ്യൻ ശക്തികൾ നേർക്കുനേർ. സ്പെയിൻ ബെൽജിയം പോരാട്ടം 12:30. മൊറോക്കോയെ മറികടന്ന് ഫ്രാൻസ് സെമിയിൽ. വാർത്തകൾ വിശദമായി നോക്കാം. സംസ്ഥാനത്ത് ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ രാജ്യത്തിന് തന്നെ കേരളം കാണിച്ചുകൊടുത്ത മാതൃകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതി ദക്ഷിണേന്ത്യയിലാകെ വ്യാപിപ്പിക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ന് തിരുവനന്തപുരത്ത് യോഗത്തിനെത്തി. ഓപ്പറേഷൻ തൂഫാൻ വൻ വിജയമായതിന്റെ തെളിവാണിതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ അവരുടെ സംസ്ഥാനങ്ങളിലും വൻതോതിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ആ കാര്യത്തിൽ അവർ കേരള ഗവൺമെന്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയുണ്ടായി. എല്ലാവരും സംസാരിച്ച എല്ലാ DGPമാരും ADGPമാരും കേരള ഗവൺമെന്റിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയെ കരുതി യുവത്വം തകർന്നു പോകാതിരിക്കാൻ വേണ്ടി യുവാക്കളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെടുത്ത ഈ പ്രവർത്തനത്തെ എല്ലാവരും പ്രശംസിക്കുകയുണ്ടായി. അപ്പോൾ ഒരു ക്ലോസ് കോർഡിനേഷനിലൂടെ കേരളം ഈ ഓപ്പറേഷൻ തുഫാനെ വിജയിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പദ്ധതി ജനങ്ങളുടെ പിന്തുണയോടെ മുന്നോട്ട് പോവുകയാണ്. DGPമാരുടെ യോഗത്തിൽ കേന്ദ്ര സർക്കാർ ഡ്രഗ് ഫ്രീ രാജ്യം സൃഷ്ടിക്കാനുള്ള ചർച്ചയിലാണ്. എല്ലാ മാർഗവും വഴിയും കേരളത്തിലെത്തുന്ന ലഹരി മരുന്നുകൾ തുടച്ചു നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഇതിപ്പോൾ ഓപ്പറേഷൻ തുഫാൻ ജനങ്ങളുടെ പിന്തുണയോടെ സഹകരണത്തോടെ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇതിന് ഡ്രഗ് ഫ്രീ കൺട്രി എന്ന നിലയിൽ ഇന്ത്യയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള DGPമാരുടെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടികളുമായിട്ടും നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര ഏജൻസികളും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷനായിരിക്കും ഇനി അടുത്ത ഘട്ടമായി നമ്മളിവിടെ ആരംഭിക്കാൻ പോകുന്നത്. വലിയ തോതിലുള്ള നമ്മുടെ സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് കടന്നു വരുന്നതിനുള്ള സാഹചര്യങ്ങളെ പരിപൂർണമായി ഇല്ലാതാക്കുക, അതിനുള്ള എല്ലാ ലൂപ്പ് ഹോൾസും അടയ്ക്കുക, നമ്മുടെ അതിർത്തികൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുക. ഇപ്പോൾ ബസ്സിൽ, ട്രെയിനിൽ, വിമാനത്തിൽ, ബോട്ടുകളിൽ ഒക്കെ വരുന്ന എല്ലാ സാധ്യതകളെയും അടച്ചുകൊണ്ട് കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം മുന്നോട്ട് പോകുന്നത്. ദുരന്തഭൂമിയായ വയനാട്. കല്ലാടി മണ്ണിടിച്ചിൽ അപകടത്തിൽ കരാർ കമ്പനിയെ കുറ്റപ്പെടുത്തി സർക്കാർ ഹൈക്കോടതിയിൽ. ഖനനം ചെയ്ത മണ്ണും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യണമെന്ന് കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയത് മെയ് 26-നും ജൂൺ 4-നുമെന്ന് വിശദീകരണം. ആവശ്യമെങ്കിൽ തൊഴിലാളികളെയും പൊതുജനങ്ങളെയും ഒഴിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചതായും സർക്കാർ. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. കരാർ കമ്പനിയെ കുറ്റപ്പെടുത്തിയാണ് സർക്കാർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കരാർ കമ്പനിയോട് ഖനനാവശിഷ്ടങ്ങളും മറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അവശിഷ്ടങ്ങളും ഒക്കെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണത്. കരാർ കമ്പനി പാലിച്ചില്ല. മെയ് 26-നും ജൂൺ 4-നും 2 തവണ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതേസമയം തന്നെ മറ്റ് പാരിസ്ഥിതിക വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധനയിലാണ്. കൊങ്കൺ റെയിൽവേ അധികൃതരോടും അതുപോലെ കരാർ കമ്പനിയോടും ആവശ്യമെങ്കിൽ തൊഴിലാളികളെയും മറ്റ് ജീവനക്കാരെയും തൊഴിലാളികളെയും അവിടുത്തെ താമസക്കാരെയും മാറ്റി പാർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നതാണ്. അപകടത്തിന്റെ തലേ ദിവസം പോലും ഈ ഒരു ഇന്റിമേഷൻ സർക്കാർ നൽകിയിരുന്നതാണ്. അത്തരം പരിശോധനകൾ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് കരാർ കമ്പനിയെ നിശിതമായി വിമർശിക്കുന്ന റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ വിശദീകരണവുമായി കൊങ്കൺ റെയിൽവേ. അതിതീവ്ര മഴയാണ് അപകട കാരണമെന്നാണ് വിശദീകരണം. 24 മണിക്കൂറിനുള്ളിൽ 240 മില്ലിമീറ്റർ മഴയാണ് പ്രദേശത്ത് രേഖപ്പെടുത്തിയത്. തുരങ്കം നിർമ്മിക്കുന്ന ഭാഗത്ത് നിന്നും 240 മീറ്റർ മാറിയാണ് ഉരുൾപൊട്ടലുണ്ടായത്. തുരങ്കത്തിന് മുകളിൽ ഏകദേശം 110 മീറ്റർ ഉയരത്തിൽ നിന്ന് വലിയ തോതിൽ മണ്ണും മരങ്ങളും ഇടിഞ്ഞു വീണു. കാലവർഷം ആരംഭിച്ചതിനാൽ ജൂൺ പകുതി മുതൽ തുരങ്ക നിർമ്മാണവും ഖനനവും നിർത്തിവച്ചിരിക്കുകയായിരുന്നു. എഞ്ചിനീയറിംഗ് മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിച്ച സുരക്ഷാ ഭിത്തികൾക്കും ചെരിവുകൾക്കും നിർമ്മാണ പിഴവുകൾ ഉണ്ടായിരുന്നില്ല. മണ്ണ് നിക്ഷേപിച്ചിരുന്ന പ്രദേശം ഇപ്പോഴും സുരക്ഷിതമാണെന്നും കൊങ്കൺ റെയിൽവേ.
മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 7ആയി. പശ്ചിമബംഗാൾ സ്വദേശി രാകേഷ് ബുച്ചയാണ് മരിച്ചത്. പുഴയിൽ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇയാൾക്കായി 10 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ അപകട ഭീഷണിയിലുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. സർക്കാർ ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും പ്രതികരണം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ദിവസമായി ശക്തമായ മഴ തുടരുന്നതിനാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ആളുകൾക്ക് ദുരന്ത നിവാരണ സേന നിർദ്ദേശം നൽകി. കോഴിക്കോട് ജില്ലയിലാണ് ഇന്നലെ മഴക്കെടുതികൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും, മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദുരന്തഭീതി ഉയർത്തി കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്ന്. ഓരോ മണ്ണിടിച്ചിൽ ദുരന്ത വാർത്ത കേൾക്കുമ്പോഴും ചെറുവത്തൂരിന്റെ നെഞ്ചിടിപ്പും വർദ്ധിക്കുകയാണ്. 6 വരി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവൃത്തികളാണ് ചരിത്ര പ്രാധാന്യമുള്ള വീരമലക്കുന്നിനെ ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചിരിക്കുന്നത്. ചെറിയൊരു മഴ പെയ്താൽ പോലും ഏറെ അപകട സാധ്യതയാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ന്യൂസ് 18 വീരമലക്കുന്നിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച അപകടാവസ്ഥ റിപ്പോർട്ട് ചെയ്തത്. ദിവസങ്ങൾ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴും അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. വലിയ തോതിൽ അപകട ഭീഷണി ഉയർത്തി ഏത് സമയത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന ഭീഷണി തന്നെയാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. നിരവധി വീടുകൾ ഇതിന് സമീപത്തായി ഉണ്ട്. അതോടൊപ്പം 100 കണക്കിന് വാഹനങ്ങൾ ദിവസവും കടന്നുപോകുന്ന ദേശീയ പാത കൂടിയാണിത്. എന്തായാലും അധികൃതരുടെ ശ്രദ്ധ അടിയന്തരമായി ഇവിടെ പതിയേണ്ടിയിരിക്കുന്നു. കാരണം അപകടം ഉണ്ടായിട്ട് കണ്ണു തുറന്നിട്ട് കാര്യമില്ല. അതിനു മുമ്പ് തന്നെ പലതരത്തിൽ ഈ നാട്ടുകാർ ഉൾപ്പെടെ ഇതിൽ വലിയ പ്രതിഷേധമുയർത്തി നമ്മൾ ഉൾപ്പെടെ വാർത്ത റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇതൊന്നും അധികൃതരുടെ കണ്ണ് തുറക്കുന്നില്ല. ഇപ്പോഴും ഇവിടെ വരുമ്പോൾ വലിയ അപകടാവസ്ഥ തന്നെയാണ്. മലയുടെ മുകളിൽ വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ. എന്തായാലും ഇത് അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യം തന്നെയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഓരോ മണ്ണിടിച്ചിൽ ദുരന്ത വാർത്തയെത്തുമ്പോഴും ചെറുവത്തൂരിന്റെ ഉള്ള് പിടയുകയാണ്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ചെറുവത്തൂർ വീരമലയ്ക്ക് സമീപത്തുകൂടി യാത്ര ചെയ്യുന്നവരെയും നാട്ടുകാരെയും ഏറെ ഭയപ്പെടുത്തുന്നു. വീരമലക്കുന്നിലെ മണ്ണിടിച്ചിൽ തടയുന്നതിനായി സുരക്ഷ ഒരുക്കുന്നതിലെ നിർമ്മാണ കമ്പനിയുടെ നിസ്സംഗതയാണ് നാട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നത്. തട്ടുതിരിക്കലും സുരക്ഷയൊരുക്കലും അനന്തമായി നീളുന്നതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 28 രാവിലെയാണ് വീരമലക്കുന്നിൽ നാടിനെ നടുക്കിയ മണ്ണിടിച്ചിലുണ്ടായത്. ഇടിഞ്ഞു വീണ മണ്ണ് ദേശീയപാതയ്ക്ക് മറുകര വരെ എത്തിയിരുന്നു. അന്ന് മണ്ണിനടിയിൽപ്പെട്ട വാഹനയാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ജില്ലാ കലക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പ്രഖ്യാപിച്ച നടപടികളൊന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. 7 മാസത്തോളമായി ഈ ഭൂവസ്ത്രം വിരിക്കുന്ന നെയിലിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ദുരന്തം ഉണ്ടായിട്ടോ ഒന്നിടിഞ്ഞ് വലിയ ഹൈവേ ബ്ലോക്കായിരുന്നു. പക്ഷെ എന്നിട്ടോ ഈ 7 മാസം വർക്ക് ചെയ്തിട്ടോ ഇടിയുന്ന ഭാഗത്ത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇടിയാൻ സാധ്യതയില്ലാത്ത ഭാഗത്ത് അവർ ഭൂവസ്ത്രമൊക്കെ ധരിച്ച് നെയിലിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഗൗരവം ആരും ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുന്നിൽ തട്ടുതിരിച്ച് സോയിൽ നെയിലിങ്ങും ഇരുമ്പുവലകൾ ഭൂവസ്ത്രമായി ഉറപ്പിച്ച് രാമച്ചം വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതിയുമാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഇതിനായി 2.47 ഏക്കർ ഭൂമിയും അനുവദിച്ചു. കാലവർഷം എത്തുന്നതിന് മുമ്പ് പദ്ധതി പൂർത്തിയാക്കണമെന്നാണ് ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കും നിർദ്ദേശം നൽകിയത്. മഴയെത്തിയിട്ടും പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. അപകടത്തിന് സാധ്യതയില്ലൊരു പ്രദേശം തന്നെയാണ്. ഇക്കൊല്ലം മഴ കുറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ മണ്ണ് ഇങ്ങനെ നിൽക്കുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ മഴ നല്ല രീതിയിൽ പെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇതേ രീതിയിൽ പൊട്ടിയിട്ട് മണ്ണ് അപകടം വന്നിരുന്നു. മഴ കുറഞ്ഞത് കൊണ്ട് കാരണം മാത്രം ഈ കുന്ന് നിൽക്കുന്നു. അതുമാത്രമല്ല ഇതിപ്പോൾ 30% പണി മാത്രമേ ഇതിൽ പൂർത്തിയായിട്ടു. ഇനിയും 70% പണി പൂർത്തീകരിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് പണി തീർത്തില്ലെങ്കിൽ അതുപോലെ തന്നെ പരിസര പ്രദേശത്തേക്ക് നമ്മളെ കണക്കത്തെ അടുത്ത് താമസിക്കുന്നവർക്കെല്ലാം വൻ ബുദ്ധിമുട്ടായിരിക്കും. വീരമലയുടെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും പതിവാണ്. മഴ ശക്തമായാൽ മുകളിൽ കൂട്ടിയിട്ട ഇളകിയ മണ്ണ് ഉൾപ്പെടെ
താഴേക്ക് ഒഴുകിയെത്തും. വീരമലക്കുന്നിൽ നിന്ന് ദേശീയപാതയിലേക്ക് ഇനിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടി ജില്ലാ ഭരണകൂടത്തിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വീരമലക്കുന്നിന് സമാനമാണ് മട്ലായിക്കുന്നിലെയും ചട്ടഞ്ചാൽ ബേവിഞ്ചയിലെയും പ്രദേശം. ദേശീയപാത കടന്നുപോകുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയാണ് നിലനിൽക്കുന്നത്. മേഗാ കൺസ്ട്രക്ഷനാണ് ഇവിടെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ആശങ്ക ഇത് പരിഹരിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയുമില്ല. ദുരന്തങ്ങൾ ഉണ്ടായാൽ മാത്രം ഓടിയെത്തുന്നതാകരുത് ഇത്തരത്തിലുള്ള സന്നാഹം എന്ന് എടുത്തു പറയുന്നു ഇവിടെയുള്ള ആളുകൾ. എന്തായാലും കാലവർഷം ശക്തി പ്രാപിക്കും മുമ്പ് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ കഴിയുന്നത്. കാസർഗോഡ് നിന്നും കെ വി ബൈജു, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. Champions are in the arena. They rise from the streets. Streets remember champions. You think champions made in the arena? They rise from the streets. The street remember champions. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാരംഭിച്ചത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലും ദിവ്യ എസ് അയ്യരുടെ സ്ഥാനമാറ്റത്തിലും CPM-ലെ ഭിന്നത പുറത്തുവരുന്നു. ദിവ്യ എസ് അയ്യരെ അനുകൂലിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നടത്തിയ പ്രസ്താവനയെ പരോക്ഷമായി തള്ളി EP ജയരാജനും KK ശൈലജയും രംഗത്ത് വന്നതിന് പിന്നാലെ PK ശ്രീമതിയും സമാന അഭിപ്രായവുമായി രംഗത്ത് വന്നു. CPM-ലെ ഭിന്നത ഏറെക്കുറെ പരസ്യമായി തന്നെ പുറത്തു വരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഇവർ 3 പേരും ഒരഭിപ്രായം പറയുമ്പോൾ ഇവരുടെ അഭിപ്രായത്തെ ഏറെക്കുറെ തള്ളുന്ന രീതിയിൽ പരോക്ഷമായി, പ്രത്യക്ഷമായിട്ട് അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന പ്രതികരണമാണ്. അത്തരമൊരു പ്രതികരണം വരുന്നത് തന്നെ ബോധപൂർവമാണ് എന്ന് കണക്കാക്കണം. EP ജയരാജനാണ് ഇതിൽ കൂടുതൽ വ്യക്തമായി പറഞ്ഞത്. താൻ അഴിമതി ആരോപണം ഒന്നും ഉന്നയിച്ചിട്ടില്ല. അഴിമതി ആരോപണം KK രാഗേഷ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിന് മറുപടി പറയട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. കാരണം KK രാഗേഷും KK രാഗേഷിൻ്റെ ആരോപണത്തെ അംഗീകരിച്ച പിണറായി വിജയൻ്റെ നിലപാടല്ല തനിക്ക് എന്ന് EP ജയരാജൻ വ്യക്തമാക്കുന്നു. ഇനി PK ശ്രീമതിയുടെ വിഷയമെടുത്താൽ PK ശ്രീമതിയും ഇതേ വിഷയത്തിൽ സമാനമായ പ്രതികരണമാണ് നടത്തുന്നത്. ഈ ദിവ്യ എസ് അയ്യർ സത്യസന്ധമായ ഉദ്യോഗസ്ഥയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ കാര്യത്തിൽ അവരെ മാറ്റിയതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ, അത് അദാനിക്ക് വേണ്ടിയാണ് മാറ്റിയത് എന്ന തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ തയ്യാറായിരുന്നില്ല. KK ശൈലജയും ഇന്നലെ പറഞ്ഞത് അങ്ങനെയാണ്. സർക്കാർ മാറുമ്പോൾ അവരുടെ ഉദ്യോഗസ്ഥരെ മാറ്റുന്നതൊക്കെ സ്വാഭാവികമാണ്. ഏത് സർക്കാർ വന്നാലും ആ സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥരുള്ളത്. അത്തരം ഏത് സർക്കാർ വന്നാലും അവരുടെ നയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഈ ദിവ്യ എസ് അയ്യർ എന്നതുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നാണ് അത് വിവാദമായതോടുകൂടിയാണ് KK ശൈലജയുടെ വാക്കുകൾ അത് പിണറായി വിജയൻ്റെ വാക്കുകൾക്കെതിരാണ് അല്ലെങ്കിൽ MV ഗോവിന്ദൻ്റെ വാക്കുകൾക്കെതിരാണ് എന്ന തരത്തിൽ വാർത്തകൾ വന്നതോടുകൂടിയാണ്. അങ്ങനെയൊന്നും നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഇത് ഉദ്യോഗസ്ഥരുടെ പൊതുവായ രീതിയിലുള്ള സ്ഥലം മാറ്റത്തെക്കുറിച്ചാണ് താൻ പ്രതികരിച്ചത് എന്ന മട്ടിലായിരുന്നു ഇന്ന് അവർ പ്രതികരണം നടത്തിയത്. എന്തായാലും PK ശ്രീമതി ആയാലും KK ശൈലജ ആയാലും EP ജയരാജൻ 3 പേരും ഒരാൾ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് EP ജയരാജൻ. കേന്ദ്ര കമ്മിറ്റി അംഗം
അംഗങ്ങളാണ് കെ ശൈലജയും പി.കെ. ശ്രീമതിയും. ഇവരെല്ലാം പൂർണ്ണമായും എം.വി. ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും കെ രാഘകൃഷ്ണൻ്റെ അഭിപ്രായത്തോട് യോജിച്ചെന്നുള്ള അഭിപ്രായങ്ങളല്ല പറയുന്നത്. എന്നാൽ വേണമെങ്കിൽ അങ്ങനെ പരസ്യമായി തങ്ങൾ എതിർക്കുന്നില്ല എന്നതുകൂടി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത്. ഇത് CPM-നെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കണ്ണൂരിലെ നേതാക്കളെ സംബന്ധിച്ച് ഇങ്ങനെ പരോക്ഷമായ വ്യാഖ്യാനങ്ങൾ പോലും ഉണ്ടാകുന്ന അഭിപ്രായ പ്രകടനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല എന്നാണ് ഏറ്റവും പ്രത്യേകത. അങ്ങനെ ഉള്ള നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ അങ്ങനെ കൂടി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന അഭിപ്രായങ്ങൾ ബോധപൂർവ്വം പറയുന്നത്. ഇവരാരും അറിയാതെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു പോകുന്ന അഭിപ്രായങ്ങളല്ല. ഇത്തരമൊരു അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ഈ തരത്തിലേക്കൊക്കെ വ്യാഖ്യാനങ്ങൾ വരുമെന്നും പാർട്ടിയിൽ ഭിന്നത എന്ന ചർച്ചയൊക്കെ പുറത്ത് വരുമെന്നും അറിയാത്ത നേതാക്കളല്ല EP ജയരാജനായാലും P.K. ശ്രീമതി ആയാലും K ശൈലജയായാലും. അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ അവർക്ക് പുറത്ത് വരണം എന്ന് ഇവർ കൂടി ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ഇന്ന് AK ബാലനാണ് വന്ന ഒരു ന്യായീകരണം. സ്ഥിരമായി ഇത്തരം വിഷയങ്ങളിലൊക്കെ പണ്ട് സർക്കാരിൻ്റെ ഉണ്ടായിരുന്ന കാലത്തും ഇപ്പോഴുമൊക്കെ ന്യായീകരണങ്ങൾ പറയുന്ന ഒരാളാണ് AK ബാലൻ. അദ്ദേഹം വന്ന് അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസമില്ല, അല്ലെങ്കിൽ ഇവർ പറയുന്ന വാക്കുകളെ എന്തുകൊണ്ട് മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നില്ല എന്നതിന് ഏതെങ്കിലും തരത്തിൽ വിശദീകരണം നൽകാനോ AK ബാലൻ തയ്യാറാവുന്നില്ല. എന്തായാലും പാർട്ടിക്കുള്ളിൽ അതിശക്തമായ രീതിയിലേക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വിഴിഞ്ഞ വിഷയത്തിലായാലും ദിവ്യാസകരെ മാറ്റിയ വിഷയത്തിലായാലും എല്ലാം ഉണ്ട് എന്ന് വെളിവാക്കുന്നത് തന്നെയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ഈ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ. തിരുവനന്തപുരത്ത് പാർട്ടിയിൽ ഭിന്നതയില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി വി ജോയ്. വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനുമായി യോജിച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. കോവളം ഏരിയ കമ്മിറ്റിയാണ് വിഴിഞ്ഞത്ത് പ്രാദേശികമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റിയുടെ പരിപാടികളിലാണ് സാധാരണ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുക്കുക. വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കാതെയാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയതെന്നും വി ജോയ്. കോവളം ഏരിയ കമ്മിറ്റി അവിടെ ഒരു പ്രാദേശികമായ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. വിഴിഞ്ഞ വിഷയത്തിൽ പാർട്ടിയിലെ എല്ലാവരും ഒരേ തട്ടിലെന്ന് AK ബാലൻ. ജനങ്ങൾ അറിയാതെ, സർക്കാർ അറിയാതെ ഏതോ തലത്തിലാണ് ഓഹരി വിൽപ്പന നടന്നത്. വിഷയത്തിൽ വ്യക്തതയുണ്ടാകണമെന്നും AK ബാലൻ. ഇപ്പൊ എല്ലാവരും ഉള്ളത് രണ്ട് തട്ടിൽ എന്നുള്ളത് നിങ്ങളുടെ ഭാവന സൃഷ്ടിയാണ്. ഒരേ അഭിപ്രായമാണ് കാര്യത്തിലുള്ളത്. ഒന്ന്, ജനങ്ങൾ അറിയാതെ, ഗവൺമെന്റ് അറിയാതെ ഏതോ ഒരു തലത്തിൽ രൂപം കൊണ്ട ഒരാസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഷെയർ വിൽപ്പന നടന്നിട്ടുള്ളത്. ഷെയർ വിൽപ്പനയാണ്, അല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് അല്ല. 49% ഷെയർ ഒരു വിദേശ കോർപ്പറേറ്റ് കമ്പനിക്ക് കൈമാറിയാൽ സ്വാഭാവികമായും വിഴിഞ്ഞം തുറമുഖവും അനുബന്ധമായിട്ടുള്ള പ്രവൃത്തികളും വിദേശ കോർപ്പറേറ്റ് ശക്തിയുടെ കയ്യിലാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നില്ല. ഒരു വ്യക്തത ഉണ്ടാക്കണം. അത് ഗവൺമെന്റിന്റെ അറിവുണ്ടായിരുന്നു, UDFന്റെ അറിവുണ്ടായിരുന്നു. ഇല്ല എന്ന് മാത്രമല്ല, സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നടന്നിട്ടുള്ളത്. കോൺഗ്രസിൽ വീണ്ടും നിയമന വിവാദം. SFI നേതാവിനെ ഗവൺമെന്റ് പ്ലീഡറാക്കിയെന്ന ആരോപണം. മുഖ്യമന്ത്രിക്ക് KSUവിന്റെ പരാതി. ജയോണ ജെയിംസ് 2015-2019 കാലത്ത് ലോ കോളേജിൽ SFI നേതാവായിരുന്നു. പരാതിക്കാരുടെ കൂട്ടത്തിൽ അബിൻ വർക്കി MLAയുമുണ്ട്. കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. VD സതീശൻ സർക്കാരിന്റെ തുടക്കം മുതൽ നിയമനങ്ങൾ വലിയ വിവാദമായി മാറുകയാണ്. പ്ലീഡർ നിയമനമടക്കം, നേരത്തെ വലിയ ദേവസ്വം ബോർഡിലെ പ്ലീഡർ നിയമനമടക്കം വിവാദമായി മാറി. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനം വലിയ തർക്കത്തിന് ഇടയാക്കി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ബുധനാഴ്ച മന്ത്രിസഭ അംഗീകരിച്ച ഗവൺമെന്റ് പ്ലീഡർമാരുടെ പട്ടികയാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തുന്നത്. ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ജിയോണ ജെയിംസ് എന്ന ഗവൺമെന്റ് പ്ലീഡർ നേരത്തെ SFI പ്രവർത്തകയായിരുന്നു. 2015-19 കാലത്ത് തിരുവനന്തപുരം ലോ കോളേജിൽ SFIയുടെ സജീവ പ്രവർത്തകയായിരുന്നു ജിയോണയെ ഈ ഗവൺമെന്റ് പ്ലീഡർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് അടിസ്ഥാനം. ഇതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് KSU നേതാക്കൾ പ്രതികരിച്ചിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിക്ക് KSUവിൻ്റെ ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. ജിയോണയുടെ രാഷ്ട്രീയ പശ്ചാത്തലം വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്തിൽ അവരെ അടിയന്തരമായ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. അതേ കാലയളവിൽ ലോ കോളേജിൽ പഠിച്ചയാളാണ് ആറന്മുള MLA ആയ അബിൻ വർക്കിയുടെ പേരും ഈ ലെറ്റർ പാഡിൽ എഴുതി ചേർത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ജിയോണെ അടിയന്തരമായി മാറ്റണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ജിയോണയുടെ സീനിയർ അഭിഭാഷകൻ ഗവൺമെന്റ് പ്ലീഡറാണ്. അദ്ദേഹത്തിന്റെ പിൻബലത്തിലാണ് ജിയോണ കൂടി ഈ പട്ടികയിലേക്ക് വരുന്നതെന്ന വിമർശനമാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഉയരുന്നത്. തുടർച്ചയായി കോൺഗ്രസിന്റെ നിയമന പ്രക്രിയ ഗവൺമെന്റ് പ്ലീഡറാകട്ടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനമാകട്ടെ വലിയ വിവാദത്തിലേക്ക് പോവുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഈ ഗവൺമെന്റ് പ്ലീഡർ പട്ടിക. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർമാരുടെ പട്ടികയും.
സർക്കാരിനെതിരെ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യാനും പ്രതിഷേധമുയർത്താനും നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാരുടെ ഫോണുകൾ ഇപ്പോൾ KSU സഹപ്രവർത്തകർക്ക് വേണ്ടി വിളിക്കുമ്പോൾ ഇൻകമിംഗ് സ്വീകരിക്കാത്തത് തെറ്റായ പ്രവണതയെന്നും അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. ശുചിത്വം, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കും. ശബരിമലയെ ടോട്ടൽ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് മാറ്റുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ മണ്ഡലകാലത്ത് 54 തീർത്ഥാടകരാണ് മരിച്ചത്. ഈ പശ്ചാത്തലത്തിൽ തീർത്ഥാടകർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കരാറുകാർക്ക് ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് ₹1 പോലും നൽകില്ല. സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് ഓഡിറ്റ് വിഭാഗം അംഗീകരിച്ച തുക കരാറുകാർക്ക് കൊടുത്തു തീർക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 3 കാര്യങ്ങളിൽ ഊന്നിയാണ് ഈ എല്ലാ തീരുമാനങ്ങളെയും നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന്, ശബരിമലയിലെ ശുചിത്വം, ശബരിമലയിലെ പ്രവർത്തനങ്ങളുടെ സുതാര്യത. 3, ശബരിമലയിലെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത. അപ്പോൾ ശുചിത്വം, സുതാര്യത, കാര്യക്ഷമത, ഈ 3 പില്ലറിലാണ് ഞങ്ങളുടെ ഈ തീരുമാനങ്ങളെല്ലാം ആരൂഢിച്ചിരിക്കുന്നത്. പരമാവധി എന്ന് പറഞ്ഞാൽ 99% ഡിജിറ്റൽ പേയ്മെൻറ്റേ സ്വീകരിക്കുന്നുള്ളൂ. ഒറ്റപ്പെട്ട കേസുകൾ വന്ന് എന്തെങ്കിലും ചെയ്യണം, അതല്ലാതെ ടോട്ടലി ഡിജിറ്റൽ പേയ്മെൻറ്റിലേക്ക് പോവുകയാണ് ശബരിമല. നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല ഈ മരിച്ചു പോകുന്ന തീർത്ഥാടകർ. അത് പല കാരണങ്ങളാൽ നടന്നില്ല. അത് പക്ഷേ ഒരു റിലീഫ് ഫണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഈ ടിക്കറ്റിൻ്റെ കൂടെ വെർച്വൽ ക്യൂ ടിക്കറ്റിൻ്റെ കൂടെ ₹5 വാങ്ങിച്ചിട്ട് കുറച്ച് പണം ഇവിടെ ഉണ്ട്, ആ പൈസയിൽ നിന്ന് കൊടുക്കാമെന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ അതെന്തൊക്കെയോ നിയമപരമായിട്ടൊക്കെ പരിശോധിച്ചോ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാൽ ഇന്ന് ബോർഡ് വളരെ ധീരമായിട്ട് തീരുമാനിച്ചു ആ ഫണ്ടിൽ നിന്ന് ഈ മരിച്ചവരുടെ അപേക്ഷകൾ പരിഗണിച്ചിട്ട് ₹1 ലക്ഷം വെച്ചിട്ട് കൊടുക്കണം. അവരുടെ കണക്കനുസരിച്ച് 6 കോടി സംതിങ് ഞങ്ങൾ കൊടുക്കണം. അത് ഞങ്ങളുടെ ഓഡിറ്റർ അതൊന്നും സമ്മതിച്ചിട്ടില്ല. ഞങ്ങളുടെ കണക്കനുസരിച്ചിട്ട് കൊടുക്കേണ്ട പൈസ കൊടുക്കണമെങ്കിൽ തന്നെ ഇനിയും കുറച്ചുകൂടെ കൊടുക്കാനുണ്ട്. ഞങ്ങൾ അംഗീകരിച്ച തുക കൊടുക്കണമെങ്കിൽ തന്നെ ഇത്തിരി കൂടെ കൊടുക്കാനുണ്ട്. ആ തുക ഞങ്ങളുടെ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ കോടതി ഞങ്ങളെ അനുവദിച്ചിട്ടില്ല. സ്പോൺസർഷിപ്പ് വഴിയേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ സ്പോൺസർഷിപ്പ് വഴി ഇനി നടന്നു പോയൊരു ഇവൻറ്റിന് ഇനി സ്പോൺസർഷിപ്പ് നടന്ന് പിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ സ്പോൺസർഷിപ്പ് കിട്ടിയ എമൗണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് പൂർണ്ണമായിട്ട് അവർക്ക് കൊടുക്കും. അപ്പോഴും ഞങ്ങൾ തമ്മിലൊരു ചെറിയ വ്യത്യാസം അവിടെ കിടക്കും. അത് കാലാന്തരത്തിൽ നമുക്ക് എന്തെങ്കിലും പരിഹരിക്കാം. കാലം മാറ്റാത്ത മുറിവുകളുണ്ടെന്നൊക്കെ ചോദിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും പരിഹരിക്കാം. ചിലപ്പോൾ അവർ റൈറ്റ് ഓഫ് ചെയ്യുമായിരിക്കും. ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് ഇപ്പോൾ എടുക്കാൻ സാധ്യമല്ല, കാരണം കോഡ് ഹാസ് എക്സ്പ്ലിസിറ്റ്ലി ബാൻഡ്. ഏറെ വിവാദമായ ആറന്മുള വിമാനത്താവള പദ്ധതി വീണ്ടും സജീവം. പദ്ധതിക്ക് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള സർവേ നടപടികൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു. അനുമതി ലഭിച്ചാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ഉടമ എബ്രഹാം കലമണ്ണിൽ പറഞ്ഞു. അവിടെ എത്ര ഏക്കർ സ്ഥലം എടുത്താൽ ഒരു 3 കിലോമീറ്റർ റൺവേ കിട്ടും. അവിടെ വല്ല പള്ളിയോ അമ്പലമോ മറ്റു വല്ല വീടുകളോ, എത്ര വീടുകളെ ഒഴിപ്പിക്കണം ഒന്ന് സ്റ്റഡി ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്നു, അവർ ഡ്രോൺ സർവേ നടത്തി, റിപ്പോർട്ട് തന്നില്ല എങ്കിലും അവർ പറഞ്ഞു ഗ്രീൻ സിഗ്നൽ തന്നു, ഞങ്ങൾ റിപ്പോർട്ടാക്കി തരാം, ഇറ്റ് ഇസ് ലുക്ക് ലൈക്ക് ഓൾ റൈറ്റ് എന്ന്. കഴിഞ്ഞ 6 മാസത്തിനിടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി നഷ്ടപ്പെട്ട 50 മൊബൈൽ ഫോണുകൾ ഒറ്റപ്പാലം പോലീസ് കണ്ടെത്തി ഉടമകൾക്ക് തിരികെ നൽകി. ലക്ഷങ്ങൾ വില വരുന്ന ഐഫോണുകൾ ഉൾപ്പെടെയുള്ളവയാണ് പോലീസ് സംഘം അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ CEIR പോർട്ടൽ വഴി ഉടമകൾ രജിസ്റ്റർ ചെയ്ത വിവരങ്ങൾ വെച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. ഒറീസ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ഫോണുകളെല്ലാം കണ്ടെത്തിയത്. ഇത്തരത്തിൽ നഷ്ടപ്പെട്ട ഒരു ഫോൺ നിലവിൽ സൗദി അറേബ്യയിൽ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും അത് അടുത്ത ദിവസം തന്നെ സ്റ്റേഷനിൽ എത്തിക്കുമെന്നും പോലീസ് അറിയിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞ് കെ ബിജു IAS. പ്രോസിക്യൂഷന് അനുമതി നൽകിയിട്ടുള്ള വിവാദ ഉത്തരവിലാണ് മാപ്പ് പറഞ്ഞത്. എന്നാൽ കോടതി മാപ്പ് അംഗീകരിച്ചില്ല. ചില മാറ്റങ്ങൾ വരുത്തി വീണ്ടും സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേസ് വിധി പറയാൻ മാറ്റി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കോടതിയുടെ സമ്മർദ്ദം കാരണം അനുമതി നൽകുന്നുവെന്നായിരുന്നു വകുപ്പ് സെക്രട്ടറി ബിജുവിന്റെ ആദ്യ ഉത്തരവ്. ഇതാണ് വിവാദമായത്. താരസംഘടനയിലെ തമ്മിലടിയിൽ രാജിവെക്കാനൊരുങ്ങി അഡ്ഹോക് കമ്മിറ്റി. മുൻ കമ്മിറ്റിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ താക്കോലുകൾ, രേഖകൾ എന്നിവ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെ വിളിച്ചു വരുത്തി തിരികെ കൈമാറി. മുതിർന്ന അംഗങ്ങൾ പ്രതികരണം നടത്താത്തതിലും രമേശ് പിഷാരടിയുടെ ഓഡിയോ ശ്വേതാ മേനോൻ പുറത്തുവിട്ടതിലും അഡ്ഹോക് കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. അതേസമയം താൻ നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി അൻസിബയും രംഗത്തു വന്നു.
തിരുവനന്തപുരം മാഞ്ഞാലിക്കുളം റോഡിലെ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം. അടുക്കളയിലെ പുകക്കുഴലിൽ നിന്നാണ് തീ പടർന്നത്. മിനിറ്റുകൾക്കുള്ളിൽ ഹോട്ടൽ കെട്ടിടത്തിൽ മുഴുവൻ പുക നിറഞ്ഞതോടെ ജീവനക്കാരെയും താമസക്കാരെയും അടിയന്തരമായി പുറത്തിറക്കി. അഗ്നിശമന സേനയുടെ 4 യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. ആളപായമില്ലെന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും ഹൈലാൻഡ് ഹോട്ടൽ ജനറൽ മാനേജർ ലത്തീഫ് പ്രതികരിച്ചു. ടിവികെയുടെ രാഷ്ട്രീയ പ്രചാരണ റാലിക്കിടെ തിക്കിലും തിരക്കിലും 41 പേർ മരിച്ച കരൂരെത്തി തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായാണ് വിജയ് ഇവിടെ എത്തുന്നത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. റീൽസ് അല്ല, റിയൽ ജനകീയ ഭരണമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നതെന്ന് വിജയ് പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. எங்க இருக்காருன்னே தெரியாம ஓடு 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 வராம் பாரு வேட்டக்காரன் ஓடினே இருக்கிறாரு. இன்னொருத்தர் ஃபாரின்ல போய் ஒளிஞ்சுக்கிட்டாரு. ஃபாரின் உடனே ஸ்டாலின் சார்னு நினச்சிட்டு போறீங்க. அவர் இல்லை. எனக்கு எப்பவுமே ஸ்டாலின் சார் மேலே ஒரு தனி பாசம் ஒன்று உண்டு. கரூர்ல இருந்து ஒட்டுமொத்த தமிழ்நாட்டு மக்களுக்கும் சொல்றேன், உங்க டிவிக்கு அரசு உங்களுக்காகத்தான் உழைக்கும். அடிப்படை வசதிகளை முதல்ல நிறைவேற்றணும். ஒரு பக்கம் நிதி நிலைமையை சரி செஞ்சுக்கிட்டே இன்னொரு பக்கம் அப்படியே நாம் சொன்னதில் ப்ரையாரிட்டி பார்த்து ஒவ்வொன்றா படிப்படியாக நிறைவேற்ற ட்ரை பண்ணுவோம். இது எப்பவும் உங்களுக்கான அரசாக தான் இருக்கும். இந்த விஜய் உங்கள் விஜயாக தான் இருப்பான். நீங்கள் உரிமையோட உங்கள் கவர்மெண்ட்டை நீங்கள் அணுகலாம். ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ജൂലൈ 11 മുതൽ ഷാർജ റോളയിലും. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,275 രൂപ, പവന് 1,06,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,965 രൂപ, പവന് 87,720 രൂപ. വെള്ളി ഗ്രാമിന് 240 രൂപ, കിലോ 2,40,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ജൂലൈ 11 മുതൽ ഷാർജ റോളയിലും. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.